നൂറുകണക്കിന് പേജുള്ള ആനുവൽ റിപ്പോർട്ടുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് തല കറങ്ങാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് പേജുകളുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആനുവൽ റിപ്പോർട്ടുകൾ എങ്ങനെ ഈസി ആയിട്ട് വാങ്ങിയെടുക്കാം? ഇനി ആ പേടി വേണ്ട. ചായ കുടിക്കുന്ന സമയം കൊണ്ട് വെറും 3 നമ്പറുകൾ നോക്കി റിലയൻസ് പോലെ വലിയ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വിലയിരുത്താം. കേട്ടിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ പുതിയൊരു ലെവലിലേക്ക് കടക്കാൻ തയ്യാറായിക്കോളൂ. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തരം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മളിൽ പലർക്കും വായന ഇഷ്ടമാണെങ്കിലും ആനുവൽ റിപ്പോർട്ട് എന്ന് കേൾക്കുമ്പോഴേ ഒരു മടുപ്പാണ്. 300-400 പേജുകളൊക്കെ നിറയെ ടെക്നിക്കൽ ടേംസ്, തലകറങ്ങുന്ന കണക്കുകൾ. ഒരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഇതൊരു പേടി സ്വപ്നം തന്നെയാണ്. ഇതിന്റെ ഒരു റിസൾട്ട് എന്താകും? പലരും റിപ്പോർട്ട് തുറന്നു പോലും നോക്കാതെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാറാണ് പതിവ്. ഇത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകളെ ഒരു ബ്ലൈൻഡ് ഗെയിം ആക്കി മാറ്റുകയും ചെയ്യും. നഷ്ടങ്ങൾക്ക് വഴിവെക്കാനും മറ്റൊന്നും ആവശ്യമില്ല. എന്നാൽ ഇതിനൊരു സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. വെറും 3 പ്രധാന മെട്രിക്സ്, 15 മിനിറ്റ് സമയം. ഇതൊക്കെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കും. ആദ്യം നമ്മൾ നോക്കേണ്ടത് മെട്രിക് ആണ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി അഥവാ ROE. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ പണം ഉപയോഗിച്ച് കമ്പനി എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നു എന്നതിന്റെ അളവാണിത്. ഇതിന്റെ ഫോർമുല നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് റിലയൻസിന്റെ ഫിനാൻഷ്യൽ ഇയർ 25-ലെ നെറ്റ് ഇൻകം ഏകദേശം 81,309 കോടിയും ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി 4.4 ലക്ഷം കോടിയുമാണെങ്കിൽ ROE ഏകദേശം 18% പൊതുവെ 15% കൂടുതലുള്ള ROE ഒരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് മാനേജ്മെന്റ് നിങ്ങളുടെ പണം എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു. ROE കുറയുന്നത് കണ്ടാൽ കമ്പനി നമ്മുടെ പണം ശരിയായിട്ട് വിനിയോഗിക്കുന്നില്ല എന്നൊരു സംശയം കൂടി ഉണ്ടാക്കി. രണ്ടാമത്തെ മെട്രിക് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്, അഥവാ DE റേഷ്യോ. കമ്പനിയുടെ കടം എത്രത്തോളം സേഫ് ആണെന്ന് ഇത് കാണിക്കുന്നു. ബിസിനസ് വളർച്ചയ്ക്ക് കടം ആവശ്യമാണ്, പക്ഷെ അതൊരു ലിമിറ്റ് വിടാതെ ആ ഒരു കടം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. റിലയൻസിന്റെ നെറ്റ് ഡെപ്റ്റ് 1.17 lakh ക്രോറും DE റേഷ്യോ 0.27 സാധാരണയായി DE റേഷ്യോ 0.5 താഴെയാണെങ്കിൽ അത് സേഫ് ആയിട്ട് കണക്കാക്കാം. കടം കൂടുമ്പോൾ പലിശ തിരിച്ചടവ് കമ്പനിയുടെ ലാഭത്തെ കാര്യമായി ബാധിക്കും. അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ ഉയർന്ന കടമുള്ള കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ പാടായിരിക്കും. അതിനാൽ തന്നെ DE റേഷ്യോ നോക്കി കമ്പനിയുടെ കടബാധ്യത ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. മൂന്നാമത്തെ മെട്രിക് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ അഥവാ PE റേഷ്യോ ആണ്. ഒരു സ്റ്റോക്കിന്റെ വില അതിന്റെ ലാഭവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓവർ പ്രൈസ്ഡ് ആണോ അതോ ഫെയർ ആണോ എന്ന് ഇത് കാണിക്കുന്നു. അതായത് ₹1 ലാഭം നേടാൻ മാർക്കറ്റ് എത്ര രൂപ മുടക്കാൻ തയ്യാറാണ് എന്നതിന്റെ സൂചനയാണിത്. റിലയൻസിന്റെ EPS ഏതാണ്ട് 120 രൂപയും സ്റ്റോക്ക് പ്രൈസ് 2800 ആണെങ്കിൽ PE റേഷ്യോ ഏകദേശം 23 ആയിരിക്കും. പൊതുവെ 20-25 PE റേഷ്യോ ഒരു ഫെയർ വാല്യുവേഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. PE 40 കടന്നാൽ ആ സ്റ്റോക്കിൽ മാർക്കറ്റിന് വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് അർത്ഥം. എന്നാൽ PE വളരെ കുറവാണെങ്കിൽ ഒന്നുകിൽ ആ ഒരു സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ്, അല്ലെങ്കിൽ കമ്പനിക്ക് എന്തോ ഒരു ഫണ്ടമെന്റൽ പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ PE റേഷ്യോ നോക്കി തീരുമാനത്തിൽ എത്താൻ കഴിയുന്നത്. ഇന്ന് നമുക്ക് ഇതൊന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത്? നിങ്ങളുടെ ഫോണിൽ മണി കൺട്രോൾ സ്ക്രീനർ അല്ലെങ്കിൽ ടിക്കർ പോലെയുള്ള ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ റിലയൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. കമ്പനി പേജിൽ കാണുന്ന ROE, DE, PE എന്നീ നമ്പറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബെഞ്ച് മാർക്കുകളുമായിട്ട് ഒന്ന് ഒത്തുനോക്കുക. ഏതെങ്കിലും ഒരു മെട്രിക് ഒരു യെല്ലോ ഫ്ലാഗ് കാണിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉടനെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ ലൈവ് ചെക്ക് വഴി ഈ ഒരു മെട്രിക്സ് കണ്ടെത്താനും ഉപയോഗിക്കാനും എത്ര ഈസിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്പേഴ്സിനപ്പുറം കമ്പനിയുടെ സ്റ്റോറി അറിയണമെങ്കിൽ മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് MD&A എന്ന സെക്ഷൻ നോക്കണം. അതായത് മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് മാനേജ്മെന്റ് കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസിന്റെയും ഫ്യൂച്ചർ പ്ലാനുകളെയും കുറിച്ച് സംസാരിക്കുന്ന സ്ഥലമാണിത്. ഇതിന് വെറും 5 മിനിറ്റ് കൊണ്ട് റിലയൻസിന്റെ റിപ്പോർട്ടിൽ ന്യൂ എനർജി പ്രോജക്ട്സ് ഓൺ ട്രാക്ക് എന്നോ IT കമ്പനികളുടെ റിപ്പോർട്ടിൽ ക്ലൗഡ് മൈഗ്രേഷൻ ഫോക്കസ് എന്നോ കണ്ടാൽ അതൊരു നല്ല ഗ്രോത്ത് സിഗ്നൽ ആണ്. അതുപോലെ തന്നെ റിസ്ക് എന്ന വാക്ക് എത്ര തവണ ആവർത്തിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ എണ്ണം കൂടുന്നത് ഒരു യെല്ലോ ഫ്ലാഗ് ആണ്. അതായത് കമ്പനിക്ക് മുന്നോട്ട് വെല്ലുവിളികൾ ഉണ്ടാകും എന്നുള്ളതാണ് സാധ്യത. ഏർണിംഗ് പെർ ഷെയർ അഥവാ EPS ഓരോ ഷെയറിലും എത്ര രൂപ ലാഭമുണ്ടാക്കി എന്ന് കാണിക്കുന്നു. EPS തുടർച്ചയായി വളരുന്നത് കമ്പനിയുടെ ഹെൽത്തി ഗ്രോത്തിന്റെ സൂചനയാണ്. റിലയൻസിന്റെ ഫിനാൻഷ്യൽ ഇയർ 25 ഡിവിഡൻഡ് ഈൽഡ് ഏകദേശം 0.2% ആണ്. ഗ്രോത്ത് കമ്പനികളിൽ ഇത് നോർമൽ ആണ്, കാരണം അവർ ലാഭം വീണ്ടും ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്ത് വളർത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ 4% പോലെയുള്ള ഉയർന്ന ഡിവിഡൻഡ് ഈൽഡ് ഒരു ഗ്രോത്ത് സ്റ്റേജ് കഴിഞ്ഞ് സ്റ്റേബിൾ ആയ കമ്പനികളിലാണ് സാധാരണയായി കാണുന്നത്. നിങ്ങൾക്ക് റെഗുലർ ഇൻകം ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗ്രോത്ത് ആണോ വേണ്ടത് എന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ച് EPS, ഡിവിഡൻഡ് എന്നിവ വിലയിരുത്തുകയും ചെയ്യും. 15 മിനിറ്റ് റീക്യാപ്പിൽ നമ്മൾ പഠിച്ച ചെക്ക് ലിസ്റ്റ് ഒന്നുകൂടി നോക്കണം. ROE 15% മുകളിലാണോ, മാനേജ്മെന്റ് പണം എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. DE റേഷ്യോ ഗ്രേറ്റർ ദാൻ 0.5, കടബാധ്യത സേഫ് ലെവലിലാണ് എന്നുള്ളത് കൺഫേം ചെയ്യണം. PE റേഷ്യോ 20-25 റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ സ്റ്റോക്കിന്റെ വില ഫെയർ വാല്യൂ ആണ് എന്ന് മനസ്സിലാക്കാം. EPS റൈസിംഗ് കമ്പനിയുടെ ലാഭം ഓരോ ഷെയറിലും വളരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. MD&A
ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ മാനേജ്മെന്റ് നല്ല ആത്മവിശ്വാസത്തോടെയാണ് മുന്നേറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 5 ഓക്കെ ആണെങ്കിൽ കമ്പനി ഫിനാൻഷ്യലി ഹെൽത്തി ആണ്, അല്ലെങ്കിൽ കൂടുതൽ റിസർച്ച് ആവശ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചെക്ക് ലിസ്റ്റിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അടുത്ത വർഷം ഇതേ നമ്പറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കൂടുതൽ ഷോർട്ട് കട്ട് ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തി വെച്ചേക്കാം. ഇനി നമുക്കൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് കിടക്കുന്നത്, കോമൺ മിസ്റ്റേക്സ്. ഈ മെട്രിക്സ് ഉപയോഗിക്കുമ്പോൾ സാധാരണയായിട്ട് സംഭവിക്കുന്ന 2 തെറ്റുകൾ. ഒന്ന്, ഉയർന്ന ROE കണ്ട ഉടനെ സൈക്ലിക്കൽ സ്റ്റോക്കുകളിൽ ഓൾ ഇൻ വൺ പോകരുത്. ഫിനാൻഷ്യൽ സൈക്കിൾ മാറുമ്പോൾ ഈ കമ്പനികളിൽ ലാഭം കുത്തനെ ഇടിയാനും ROE താഴേക്ക് വരാനും സാധ്യതയുണ്ട്. കുറഞ്ഞ PE റേഷ്യോ കണ്ടാൽ വില കുറഞ്ഞ സ്റ്റോക്ക് ആണെന്ന് കരുതി ബോട്ടം ഫിഷിംഗ് നടത്തുന്നത് പലപ്പോൾ ആ കമ്പനി ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ലോ PE റേഷ്യോ വരുന്നതെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കും. ഇതൊരു വാല്യുവേഷൻ ഡ്രാപ്പ് ആകാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർക്കുക, ഈ 3 മെട്രിക്സും ഒരുമിച്ച് വേണം വിലയിരുത്താൻ. ഒരെണ്ണം മാത്രം നോക്കി ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് തീരുമാനം എടുക്കാൻ പാടില്ല. ഇനി ഒരു സെക്ടർ ടെസ്റ്റ് കൂടി നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ബെഞ്ച് മാർക്കുകൾ ഓരോ സെക്ടറിലും വ്യത്യാസപ്പെടാം. IT കമ്പനികൾക്ക് സാധാരണയായിട്ട് DE 0.1 താഴെയും ROE 25% അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ കാണാം. കാരണം അവർക്ക് വലിയ അസറ്റുകൾ വേണ്ട എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാങ്കിങ് സ്റ്റോക്കുകൾക്ക് DE റേഷ്യോ 7 to 8 വരെ നോർമൽ ആണ്. കാരണം അവരുടെ ബിസിനസ് മോഡൽ തന്നെ കടം കൊടുക്കലും വാങ്ങലുമാണ്. അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് വലിയ ഫാക്ടറികളും മെഷീനറികളും ഒക്കെ വേണ്ടതുകൊണ്ട് DE 1 to 1.5 വളരെ സാധാരണമാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയെ വിലയിരുത്തുമ്പോൾ അതിന്റെ സെക്ടർ ആവറേജ് എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സ്ക്രീനർ പോലെയുള്ള വെബ്സൈറ്റുകളിലെ ഇൻഡസ്ട്രി ടാബ് ഉപയോഗിച്ച് നിങ്ങളുടെ കമ്പനിയെ അതത് സെക്ടറുകളിലെ മറ്റു കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യാനും കഴിയും. നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്ക് ഏതാണ്, അടുത്തതായിട്ട് ഏത് കമ്പനിയെ കുറിച്ചാണ് പഠിക്കേണ്ടത്, കമന്റ് ബോക്സിൽ അറിയിക്കുക. ആ കമ്പനിയുടെ ടിക്കർ സിമ്പൽ എഴുതുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന്റെ ഒരു ഹെൽത്ത് ചെക്ക് കൂടി ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ചുരുക്കി പറഞ്ഞാൽ 100 കണക്കിന് പേജുള്ള ആനുവൽ റിപ്പോർട്ടിന്റെ ഭാരം ഇനി വേണ്ട എന്നുള്ളതാണ്. പകരം വെറും 3 നമ്പറുകൾ നോക്കി ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്ക് ചെയ്യാം. അടുത്ത തവണ ഒരു ആനുവൽ റിപ്പോർട്ട് കാണുമ്പോൾ ROE, PE, DE എന്നീ 3 മാന്ത്രിക നമ്പറുകളെ ഓർത്ത് വേണം നമുക്കത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇൻവെസ്റ്റ്മെന്റ് എന്നത് ഡേറ്റയാണ്, നോട്ട് ഡ്രാമ. കൃത്യമായ ഡേറ്റയെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ പണം സേഫ് ആയിട്ട് വളരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഹൈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.